വബറകാതുഹു. സദസ്സിലൊന്ന് എല്ലാവരും കടന്നു വന്നാൽ ചെറിയ മഴയുണ്ട്. ആ മഴ കൊള്ളാതെ കുറച്ചുകൂടി ആളുകൾക്ക് കയറിയിരിക്കാൻ കഴിയും. എല്ലാവരും ഒന്ന് അടുപ്പിച്ചടുപ്പിച്ച് ഇരുന്ന് സഹകരിക്കുക. ബിസ്മില്ലാ വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവറുകൾ, മറ്റു സാദാത്തുക്കളെ, ഉസ്താദുമാർ, കാരണവന്മാർ, സംഘടനാ സാരഥികൾ, ഉമറാക്കൾ, ഒരുമിച്ച് കൂടിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹത്തായ മുജമ്മഉ സഖാഫത്ത് സുന്നിയ ഈ സ്ഥാപനത്തിൽ മാസം തോറും നടന്നു വരുന്ന സ്വലാത്ത് മജ്ലിസിലാണ് നാം എല്ലാവരും നിലകൊള്ളുന്നത്. സുദീർഘമായി സംസാരിക്കാതെ മഗ്രിബ് മുതൽ ഇതുവരെ നീണ്ട ഉപദേശ വഹലുകൾ കേട്ട് ഇരിക്കുന്ന നാം സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവരുടെ ആശീർവാദവും അവിടുത്തെ ദുആ നേതൃത്വവും സലാത്തിനുമാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഈ അവസരത്തിൽ ഈ മഹത്തായ മുജമ്മഉ സഖാഫത്ത് സുന്നിയ എന്നുള്ള മഹത്തായ സ്ഥാപനത്തിൽ സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന മഹത്തായ സലാത്ത് മജ്ലിസിന് രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന്, ഇന്ത്യയുടെ പുറം രാഷ്ട്രങ്ങളിൽ നിന്നടക്കം ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസിനെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നവർ ദൈനംദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമൂഹത്തിലോ അശനർക്കും ആലംബയിനർക്കും അത്താണിയായി മഹാനായ സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവറുകൾ മാറുകയും മാറാവ്യാധി രോഗങ്ങൾ പിടിപ്പെട്ടുകൊണ്ടോ ഡോക്ടർമാരെ മുഴുവനും സമീപിച്ചോ ഇനി വൈദ്യശാസ്ത്രത്തിൽ ചികിത്സയില്ല എന്നോ എഴുതി തിരിച്ചയച്ച രോഗികൾ ഒരാശയായി സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവറുകളെ സമീപിക്കുകയും തങ്ങൾ ഉസ്താദ് അവറുകൾ അവിടുത്തെ ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ സർവ്വതും ഏൽപ്പിച്ചുകൊണ്ട് ആ രോഗങ്ങൾക്ക് അല്ലാഹു ശമനം നൽകും. അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് സുഖപ്പെടാത്തൊരു രോഗവും തീർന്നു കിട്ടാത്തൊരു പ്രയാസവും ഇല്ല എന്ന് തവക്കുൽ ചെയ്തുകൊണ്ട് പറഞ്ഞു. ആ അടിസ്ഥാനത്തിൽ പരിശുദ്ധമായ ഖുർആൻ ഓതിയതിന്റെ പേരിൽ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നടക്കുന്ന സലാത്ത് മജ്ലിസിൽ സംബന്ധിച്ചതിന്റെ പേരിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് അവരുടെ മാരകമായ രോഗങ്ങൾക്ക് ആശ്വാസം ലഭിക്കുകയും പരിപൂർണമായതോ സുഖപ്പെടുകയും ജീവിതത്തിൽ അത്തരത്തിലൊരു മാരകമായ രോഗമെനോ എന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്ത ഒരുപാട് വിശ്വാസികൾ ഈ മഹത്തായ മജ്ലിസിൽ മാസം തോറും ഒരുമിച്ച് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുന്നത്, ഇത് കേരളത്തിന്റെ ഇങ്ങേയറ്റമായ കൊച്ചു ഗ്രാമമായ ബായാർ എന്ന് പറയുന്ന പ്രദേശം വാഹനങ്ങൾക്ക് പരിപൂർണമായൊന്ന് സ്വസ്ഥതയോടെ വരാൻ സൗകര്യപ്രദമല്ലാത്ത കുഗ്രാമത്തിലേക്ക് ഇന്ത്യയുടെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും കർണാടകയുടെ ബാംഗ്ലൂരിൽ നിന്ന്, ചിക്കമംഗ്ലൂരിൽ നിന്ന്, ഹാസനിൽ നിന്ന്, മൈസൂരിൽ നിന്ന് തുടങ്ങിയിട്ട് അങ്ങ് ബെൽഗാം വരെയുള്ള ജില്ലകളിൽ നിന്ന് ഈ മഹത്തായ സലാത്ത് മജ്ലിസിന് വേണ്ടി വിശ്വാസികൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ രഹസ്യങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ ജീവിതത്തിന്റെ ഒരുപാട് പ്രയാസങ്ങൾ തരണം ചെയ്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ തിരിച്ചു വരാൻ എനിക്ക് ജീവിതത്തിൽ കഴിയുകയില്ല എന്ന് എഴുതി തിരിച്ചയച്ച ഒരുപാട് ജീവിതങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിന്റെ സന്തോഷത്തിലാണെങ്കിൽ, അതേ കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളോളമായിട്ട് എന്റെ ജീവിതത്തിൽ എന്റെ മക്കൾ ഉണ്ടാവുകയില്ല, 30, 25, 30, 35 വർഷമായിട്ട് എന്റെ ജീവിതത്തിൽ മക്കൾ ഉണ്ടാവുകയില്ല എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ സലാത്ത് മജ്ലിസിനെ ആശ്രയിച്ചു വന്നിട്ട് അവർക്ക് മക്കൾ ലഭിച്ചതിന്റെ സന്തോഷത്തിലൂടെ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ, കല്യാണം കഴിഞ്ഞിട്ട് 10, 12, 15 കൊല്ലമായിട്ട് ഗർഭിണിയാവാത്തതിന്റെ പേരിൽ സ്വലാത്ത് മജ്ലിസിൽ ഒരുമിച്ച് കൂടി 5, 7, 10, 11 സലാത്തുകൾ ഒരുമിച്ച് കൂടിയപ്പോ എന്റെ ഭാര്യ ഇന്ന് ഗർഭിണിയാണ്, സുഖപ്രസവത്തിന് വേണ്ടി സലാത്ത് മജ്ലിസിൽ ഒരുമിച്ച് കൂടിയവർ ഈ മഹത്തായ മജ്ലിസിലുണ്ടെങ്കിൽ, ഇങ്ങനെ തുടങ്ങി എണ്ണിയാൽ ഒതുങ്ങാത്ത ജീവിതത്തിന്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ സലാത്ത് മജ്ലിസിൽ നിറവേറി കിട്ടിയതിൻ്റെത് എല്ലാ വിഷമങ്ങളും തീർന്നു കിട്ടിയതിന്റെ സന്തോഷത്തിൽ
ഷുറൂഇലാണ് ഈ സലാത്ത് മജ്ലിസിൽ ഒരുമിച്ച് കൂടുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, മഹത്തായ സലാത്ത് മജ്ലിസ് സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവരുടെ നേതൃത്വം എന്ന് പറയുമ്പോൾ നാം ഒന്ന് ചിന്തിക്കേണ്ടത് ഈ സമൂഹത്തിലെ പാവപ്പെട്ടവരെ കണ്ണീരൊക്കുന്നതിന് വേണ്ടി, അവരെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുന്നതിന് വേണ്ടി, അവരെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു അറുതി വരുത്തി കൊടുക്കുന്നതിന് വേണ്ടി പോരാ, വിശ്വാസപരമായി ഹിദായത്തിൽ നിന്നുകൊണ്ട് തോന്നവാസത്തിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിനെ സൽപാന്താവിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും കള്ളിന്റെയും അടിമകളായി മാറിപ്പോയിരുന്ന ഒരു യുവ സമൂഹത്തിനെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ സംസ്കാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഈ മഹത്തായ ആത്മീയ മജ്ലിസിന് നേതൃത്വം കൊടുത്തുകൊണ്ട് സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവർകൾ ഇന്ന് ആയിരക്കണക്കിന് ചെറുപ്പക്കാർ സിന്ദാബാദ് വിളിച്ചുകൊണ്ട് ബായാർ തങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് അഭിമാനത്തോടെ പറയുമ്പോൾ അവർ പറയുന്ന ഒരു സത്യമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതത്തിലോ ഞാൻ എന്റെ മാതാപിതാക്കളെ അനുസരിക്കാതെ ഞാൻ തോന്നിവാസിയായി ജീവിച്ചിരുന്നു, ഞാൻ കള്ളുടിയനായിരുന്നു, ഞാൻ അതുപോലെയുള്ള മസ്തുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ അടിമയായി മാറിപ്പോയിരുന്നു. ഞാൻ സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവരുടെ സമീപിക്കുകയും അവിടത്തെ ആ നേതൃത്വത്തിന് അംഗീകരിക്കുകയും അവിടത്തെ ആത്മീയമായ ബന്ധം ഞാൻ പുലർത്തുകയും ചെയ്തപ്പോൾ ഞാൻ തോന്നിവാസത്തിന്റെ അടിമയായി മാറിപ്പോയിരുന്ന സാഹചര്യത്തിലോ എന്നെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ സംസ്കാരത്തിലേക്ക് കൊണ്ടുവന്നത് സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവറുകളാണ്. ഞങ്ങളുടെ ശരീരം തങ്ങൾക്ക് സമർപ്പിക്കാൻ, ഞങ്ങളുടെ യുവത്വം തങ്ങൾക്ക് സമർപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണോ എന്ന് ഒരു പറ്റം യുവ സമൂഹം ഇന്ന് സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവറുകളുടെ കരങ്ങൾക്ക് ശക്തി പകരുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവറുകള് ഈ സമൂഹത്തിനെ സൽപാന്താവിലേക്ക്, ഇസ്ലാമിന്റെ മൈതമായ സംസ്കാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയ ആത്മീയമായ നേതൃത്വമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഈ സമൂഹത്തില് വളർന്നു വരുന്ന യുവതലമുറയെ അവർക്ക് ഇന്ന് ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും ആളുകളായി മാറ്റിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് അരുത് ചെറുപ്പക്കാരെ മാനിഷാദ പാടിയിട്ട് ചെറുപ്പക്കാരെ മുഴുവനും പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം, അത് തീവ്രവാദമല്ല, അത് ഭീകരവാദമല്ല എന്ന ആശയത്തിലേക്ക് യുവസമൂഹത്തിന് കൊണ്ടുവരാൻ സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവരുടെ ഇടപെടലുകളും ആ നേതൃത്വവും ഇവിടുന്ന് സാധിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പരിസരത്തുള്ള ഹൈന്ദവരായ മറ്റിതര സഹോദര മതക്കാർക്ക് പോലും മഹത്തായ മുജമ്മഉ സഖാഫത്തു സുന്നിയ സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവர்கள் ആശാകേന്ദ്രമാണ്. അവരോടൊരു നിർബന്ധിതമായ കൽപ്പനകളില്ല. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ മുജമ്മഇന്റെ സാദാത്ത് ഓഫീസില് സാദാത്ത് ഭവന്റെ മുന്നിൽ വന്നു നിന്ന ഒരുപാട് ഹൈന്ദവരായ സ്ത്രീകൾ, ഹൈന്ദവരായ ആളുകൾ അവിടെ വന്നിട്ട് അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, ദുരിതങ്ങൾ പറഞ്ഞുകൊണ്ട്, ഞങ്ങൾ ഗുരുക്കളെ കണ്ടതിന്റെ ശേഷമാണ് എന്റെ ജീവിതത്തിൽ പ്രയാസം തീർന്നു പോയത് എന്ന് അഭിമാനത്തോടുകൂടി പറയുമ്പോ സൗഹാർദ്ദത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും ശാന്തിയുടെയും സന്ദേശം നൽകാൻ എന്റെ പ്രിയപ്പെട്ടവരെ സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവർക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ ആ കരങ്ങൾക്ക് ശക്തി പകരേണ്ടത് നമ്മുടെ കടമയാണ് എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ട് ഇൻഷാ അല്ലാഹ് വരുന്നത് വിശുദ്ധമായ റമദാൻ 23-ാം രാവിൽ നടക്കുന്ന പ്രാർത്ഥനാ സമ്മേളനമാണ്. ആ പ്രാർത്ഥനാ സമ്മേളനം ഇൻഷാ അല്ലാഹ് വിജയിപ്പിക്കേണ്ടത്, അതിന്റെ പ്രചാരകരാകേണ്ടത് നോമ്പുതുറ മുതൽ ഇൻഷാ അല്ലാഹ് നീണ്ടു നിൽക്കുന്ന മഹത്തായ പരിപാടി, ഒരുപാട് സാദാത്തുക്കൾ, ഒരുപാട് സമുന്നതരായ ആലിമീങ്ങൾ, നേതാക്കൾ, ഉമറാക്കൾ നേതൃത്വം കൊടുക്കുന്ന മഹത്തായ പരിപാടി വിജയിപ്പിച്ചെടുക്കാൻ നിങ്ങളെല്ലാവരും തയ്യാറാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ഇൻഷാ അല്ലാഹ് ആ മുജമ്മഇന്റെ റമദാൻ ക്യാമ്പയിന്റെ ഭാഗമായി 30 ദിവസവും അതിവിപുലമായ നിലക്ക് സമൂഹ നോമ്പുതുറ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ സമൂഹ നോമ്പുതുറ വിജയിപ്പിക്കേണ്ടത് നമ്മുടെ എല്ലാം കടമയാണെന്ന് എല്ലാവരും ഓർത്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിനൊരു കൈത്താങ്ങ് നാം എല്ലാവരുമാകണം. ഒരു 8000 രൂപയാണ് ഒരു ദിവസത്തെ നോമ്പുതുറയുടെ ചെലവ്. അത് ഏറ്റെടുത്തുകൊണ്ട്
ഇൻഷാ അല്ലാഹ് കൗണ്ടറുകൾ പ്രവർത്തിക്കുന്നു. ഇൻഷാ അല്ലാഹ് സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവറുകൾ നിങ്ങളെ അത് ഓർമ്മപ്പെടുത്തുമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് ഈ എല്ലാ പരിപാടികളും മഹത്തായ മുജമ്മഉ സഖാഫത്ത് സുന്നയുടെ വ്യത്യസ്തമായ കർമ്മ പദ്ധതികൾ മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിഫ്ദുൽ ഖുർആൻ കോളേജിന്റെ ബിൽഡിംഗിന്റെ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ബിൽഡിംഗിന്റെ പണികൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇത്രയും ആളുകൾക്ക് വിശാലമായി നിസ്കരിക്കാൻ സൗകര്യം കുറഞ്ഞതിന്റെ പേരിൽ നമ്മുടെ പള്ളിയുടെ മുൻവശത്ത് അതിന്റെ വിപുലീകരണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ സമൂഹത്തിൽ ഒരു പക്ഷേ വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് ഒരു കമ്പോള സാധനമാക്കി മാറ്റിയിട്ട് അതൊരു കച്ചവടവൽക്കരിക്കപ്പെടുന്ന സാഹചര്യത്തിൽ നമ്മുടെ പാവപ്പെട്ട മക്കൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകണമെന്നതിന്റെ പേരിൽ മുജമ്മഉ സഖാഫത്ത് സുന്നിയ തുച്ഛമായ ഫീസ് വാങ്ങിയിട്ട് നമ്മുടെ പാവപ്പെട്ട മക്കളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഇംഗ്ലീഷ് മീഡിയം ഉന്നതമായ നിലക്ക് വളരെ മഹത്തരമായ നിലക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ബിൽഡിംഗിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ എല്ലാ സംരംഭങ്ങളിലും നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് ഇൻഷാ അല്ലാഹ് സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവറുകളുടെ കരങ്ങൾക്ക് ശക്തി പകരേണ്ടത് നമ്മുടെ കടമയാണെന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവരും ആ നേതൃത്വത്തിന് കീഴിൽ എല്ലാ പദ്ധതികളും ഒന്ന് സജീവമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തി വാക്കുകൾ ചുരുക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ പരിപാടിയിൽ ബായാർ സ്വലാത്തിൻ വസന്തം എന്ന പേരിൽ പ്രശസ്ത പാട്ടുകാരൻ അബ്ദുഷുക്കൂർ ഇർഫാനി രചിച്ച ഗീതങ്ങൾ VCD ഇൻഷാ അല്ലാഹ് 60 രൂപയിൽ നിന്ന് കുറയാത്ത സംഖ്യ കൊടുത്ത് എല്ലാവരും കൈവശപ്പെടുത്താവുന്നതാണ്. തുച്ഛമായ കോപ്പിയേ ഉള്ളൂ. അതിന്റെ ഔദ്യോഗികമായ പ്രകാശന കർമ്മം ഈ മഹത്തായ വേദിയിൽ വെച്ച് നടക്കുന്നു. അതുപോലെ തന്നെ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരു ഹൈന്ദവരായ വീട്ടുകാരുടെ മുമ്പിൽ ഒരു വണ്ടി പാർക്ക് ചെയ്ത് വളരെ വിഷമത്തിലാണ്. അവരുടെ വീട്ടിലേക്ക് വണ്ടി കൊണ്ടുപോകാൻ പ്രയാസപ്പെടുന്നതായിട്ട് അവരറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. KA 21 N2956 ആ വണ്ടിയുടെ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയിട്ടത് മാറ്റി സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. ഈ മഹത്തായ വേദി ധന്യമാക്കി നമുക്ക് നേതൃത്വം നൽകുന്ന സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവറുകൾ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ഒരുപാട് കാലം നമുക്കവിടത്തെ തണലിലായി പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖും ഹിമ്മത്തും നൽകുമാറാകട്ടെ. സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവറുകൾക്ക് സ്വാഗതമായി ഞാൻ ദുആ ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ ഒരുപാട് സാദാത്തുക്കൾ അഭിവന്യരായ KSK തങ്ങൾ ഈ മഹത്തായ വേദിയിലുണ്ട്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. സയ്യിദ് മുഹ്സിൻ സയ്യിദ് അലവി കോയ തങ്ങൾ ബുഖാരി കല്ലേരി അവറുകൾ ഈ മഹത്തായ വേദിയിലൂടെ നമുക്ക് നേരത്തെ പ്രഭാഷണം നടത്തി തന്നു. തങ്ങളവറുകൾക്ക് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഏളയ ക്ഷണം സ്വീകരിച്ച് ഈ ആത്മീയ മജ്ലിസിൽ ധന്യമാക്കിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ കേന്ദ്ര മുശാവറാംഗം ശൈഖുനാ മഞ്ഞപ്പട്ടി ഉസ്താദ് അവറുകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. മഹത്തായ സ്ഥാപനത്തിന്റെ എല്ലാ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ ശൈഖുനാ അബ്ബാസ് ഉസ്താദ് അവറുകൾ ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ഒരു അംഗം എന്ന നിലക്ക് സയ്യിദുനാ തങ്ങൾ ഉസ്താദിനെ അത്രത്തോളം ജീവിതത്തിൽ സ്നേഹിക്കുന്ന, എന്ത് തിരക്കുണ്ടെങ്കിലും ഇത്രയും ആ പ്രായം ചെന്ന സമയത്ത് പോലും ഒരു സലാത്തും മുടങ്ങാതെ ഗൾഫ് യാത്ര സ്ഥാപനം വിശാലമായ അൽ മദീന ഇസ്ലാമിക് കോംപ്ലക്സ് എന്ന മഹത്തായ സ്ഥാപനം നടത്തുന്ന അതിന്റെ ശില്പിയായ, അതിന്റെ എല്ലാ പ്രയാസങ്ങളുണ്ടെങ്കിലും അതിന്റെ ഗൾഫ് വിദേശ യാത്രകൾ പോലും വന്നാൽ ബയാർ സലാത്തിന്റെ ദിവസത്തിൽ നിന്ന് മാറ്റിവെച്ചിട്ട് ബഹുമാനപ്പെട്ട ശൈഖുനാ അബ്ബാസ് ഉസ്താദ് അവറുകൾ ഈ മഹത്തായ വേദിയെ ധന്യമാക്കുന്നുണ്ട്. അല്ലാഹു പരിപൂർണമായ ആഫിയത്ത് നൽകുമാറാകട്ടെ, ദീർഘായുസ് നൽകുമാറാകട്ടെ. അവിടുത്തെ സ്ഥാപനത്തിന് അല്ലാഹു തആല പൂർവോപരി ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ ബഹുമാനപ്പെട്ട ബയാർ ഉസ്താദ് അവറുകൾ അനാരോഗ്യമാണ്. അല്ലാഹു പരിപൂർണമായ ആഫിയത്ത് നൽകുമാറാകട്ടെ എന്ന്
ദുആ ചെയ്തുകൊണ്ട് ബയാർ ഉസ്താദ് അവർക്കും സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ സമുന്നതരായ ഒരുപാട് ആളുകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. അഭിമന്യരായ മുംതാസ് അലി ഹാജി സാഹിബ് അവർകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. നമ്മുടെ കർണാടകയിൽ വിശിഷ്യ മംഗലാപുരത്ത് പരിശുദ്ധമായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് എന്നും താങ്ങായി നമ്മുടെ മഹന്മാരായ സാദാത്തുക്കൾ ആലിമീങ്ങൾക്കെന്നും തണലായി നിൽക്കുന്ന അഭിമന്യരായ മുംതാസ് അലി സാഹിബ് അവർക്ക് മുജമ്മഉ സഖാഫത്ത് സുന്നിയുടെ എല്ലാ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട്, അതുപോലെ തന്നെ അഭിമന്യരായ സിദ്ദീഖ് ഹാജി സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവരുടെ ഖാദിമിനെ പോലെ എല്ലാ സമയത്തും ഖിദ്മത്തിൽ മാത്രമുള്ള ബഹുമാനപ്പെട്ട സിദ്ദീഖ് ഹാജി ഈ മഹത്തായ വേദിയിലുണ്ട്. അല്ലാഹു തആല പരിപൂർണമായ ആഫിയത്തും ഹിമ്മത്തും ഖൈറും ബറക്കത്തും അല്ലാഹു തആല നൽകുമാറാകട്ടെ. ഒരുപാട് സമുന്നതരായ നേതാക്കള് വേദിയിലുണ്ട്. പേര് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ, DCCയുടെ കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഈ മഹത്തായ വേദിയിലുണ്ട്. അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. ഒരുമിച്ച് കൂടി എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബായാർ സ്വലാത്തിൻ വസന്തം, ബായാർ സ്വലാത്ത് ഗീതങ്ങൾ എന്നുള്ള VCD ബഹുമാനപ്പെട്ട KSK തങ്ങൾ അവർകൾ ബഹുമാന്യരായ മുംതാസ് അലി സാഹിബ് അവർക്ക് കൈമാറിയത് പ്രകാശനം ചെയ്യുന്നു. ആദരവോടെ ഇരുവരെയും ക്ഷണിക്കുന്നു.